എല്ലാവർക്കും നമസ്കാരം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. കർക്കിടക സംക്രമം തൊട്ട് അടുത്ത സംക്രമം വരെ നമ്മുടെ മലയാള നാട്ടിൽ രാമായണ മാസമായി ആചരിക്കുക. നേരത്തെ തന്നെ കർക്കിടക മാസം വീട്ടകങ്ങളിലും മറ്റും ആചരിച്ചു വരുന്ന രാമായണ മാസാചരണം അല്ലെങ്കിൽ രാമായണ പാരായണമൊക്കെ കുറേ കൂടി ഇപ്പോൾ ക്ഷേത്രങ്ങളിലും പൊതുവേദികളിലും എല്ലായിടത്തും ഈ രാമായണ പാരായണം, രാമായണ കഥാപ്രവചനം, സത്സംഗങ്ങൾ, പ്രശ്നോത്തരികൾ, അങ്ങനെ പല നിലയിൽ ഇപ്പോൾ രാമായണം ആ മാസാചരണം നടന്നു വരികയാണ്. 1987 വിശാല ഹിന്ദു സമ്മേളനത്തിൻ്റെ ആഹ്വാനപ്രകാരമാണ് കേരളത്തിൽ രാമായണ മാസാചരണം ആരംഭിച്ചതും വിപുലമായി അത് നടന്നു വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ലോക സാഹിത്യത്തിലെ ഏറ്റവും അതുലമായ ഒരു മഹാഗ്രന്ഥമാണ് രാമായണം. ആകെ 4 ഇതിഹാസങ്ങളാണുള്ളത്, എപ്പിക്കുകൾ എന്ന് പറയും. ഗ്രീക്ക് പുരാണത്തിൽ ഹോമറിൻ്റെ ഇലിയഡും ഒഡീസിയും, ഭാരതത്തിൽ ആദികാവ്യമായ രാമായണവും മഹാഭാരതവും. രാമായണം വാത്മീകി മഹർഷിയാണ് രചിച്ചത്. മഹാഭാരതം വ്യാസമഹർഷിയാൽ വിരചിതമാണ്. വാത്മീകിയുടെ പൂർവ്വനാമധേയം രത്നാകരൻ എന്നായിരുന്നു. പിടിച്ചുപറിക്കാരനായിരുന്ന രത്നാകരൻ ഒരു തവണ സപ്തർഷികളെ കവർച്ച ചെയ്തപ്പോൾ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ട് ചെയ്യുന്നത് പാപമാണെന്ന് ഗ്രഹിച്ച് ആ പാപം കുടുംബാംഗങ്ങളെല്ലാമായിട്ട് പങ്കിടുന്നുണ്ടോ എന്ന് അവരോട് അന്വേഷിച്ച് വരാൻ പറയുകയാണ്. ഭാര്യയും മക്കളെയും സമീപിച്ചുകൊണ്ട്, ഞാനീ ചെയ്യുന്നത് പാപമാണ്, അത് ഭുജിക്കുന്നത് നിങ്ങളെല്ലാവരും ചേർന്നാണ് പിടിച്ചു പറിച്ചു കൊണ്ടുവരുന്നത്, നിങ്ങൾ ഈ പാപഭാരം പങ്കിട്ടെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്നാണ്. ഇത് രത്നാകരനെ ഇരുത്തി ചിന്തിപ്പിച്ചു. സപ്തർഷികളോട് വന്നിട്ട് ഇതാണ് മറുപടി പറഞ്ഞതെന്ന് തോന്നുന്നു. ഇപ്പോഴെന്ത് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ കാട്ടാളനായ രത്നാകരൻ ഇപ്പോൾ പശ്ചാത്താപം തോന്നുന്നു എന്ന് പറഞ്ഞു. ആ പശ്ചാത്താപത്തെ തുറന്ന് പശ്ചാത്താപ വിവശനായ രത്നാകരൻ തൻ്റെ മനസ്സിട്ട് തപിപ്പിച്ചുകൊണ്ട് നടത്തിയ തപസ്സാണ് രാമരാമേതി ജപിച്ചുകൊണ്ട് നടത്തിയ തപസ്സിനൊടുവിലാണ് രത്നാകരൻ വാത്മീകി മഹർഷിയായി മാറുന്നത്. അങ്ങനെ കാട്ടാളത്വത്തിൽ നിന്ന് ദിവ്യതയിലേക്ക്, ദൈവികതയിലേക്ക്, ആത്മീയതയിലേക്കുള്ള ഉയർച്ചയാണ് വാത്മീകി മഹർഷിയുടെ ചരിത്രം അടയാളപ്പെടുത്തുന്നത്. ആ മഹർഷി കൊടുങ്കാട്ടിൽ തമസാ നദിയുടെ തീരത്ത് കൂടി സഞ്ചരിക്കുമ്പോൾ കണ്ട ഒരു അനിഷ്ട സംഭവത്തെ തുറന്നാണ്. ഒരു കാട്ടാളൻ ക്രൗഞ്ചപ്പക്ഷികളിൽ ഇണകളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയപ്പോൾ മറ്റേ പക്ഷി, ആ പക്ഷിയുടെ ഹൃദയം തൊട്ടുള്ള വിലാപം ഋഷിയുടെ ഉള്ളുലച്ചു. രണ്ടാമതും ആ പക്ഷി എയ്യാൻ വേണ്ടി അമ്പ് തൊടുത്ത് എന്ന കാട്ടാളനെ നോക്കി, അരുതു കാട്ടാള എന്ന് മാനിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമം അവധി കാമമോഹിതം യത് ക്രൗഞ്ച മിഥുനാദേഹം. അതുകൊണ്ട് നീ ഈ കൃത്യം ചെയ്യരുത്, ഈ പക്ഷികളെ എയ്തു വന്നത് തെറ്റാണ്, പാപമാണ്. അതുകൊണ്ട് കാട്ടാള, നീ ചെയ്തത് തെറ്റാണ്, ഇനി വീണ്ടും അത് ആവർത്തിക്കരുത് എന്ന് ആ മുനി കാട്ടാളനോട് പറയുകയാണ്. ആ മാനിഷാദ എന്നുള്ള, അരുത് കാട്ടാള എന്നുള്ള ആ ഒരു ആഹ്വാനമാണ്, അല്ലെങ്കിൽ താക്കീതാണ്. ആ താക്കീതിനെ തുറന്നാണ് രാമായണത്തിൻ്റെ പിറവി എന്നാണ് ഐതിഹ്യം പറയുന്നത്. 10,000-കണക്കിന് ശ്ലോകങ്ങളുള്ള സ്ത്രീത്വത്തിൻ്റെ ദുഃഖം, സീതയുടെ ദുഃഖം, ഈ മണ്ണിൻ്റെ ദുഃഖം, ഭാരതവർഷത്തിൻ്റെ ദുഃഖമായി രാമായണം കണ്ണീരായി, കണ്ണീർ പുഴയായി, പിന്നീട് അലകൾ ഒടുങ്ങി ആത്മശാന്തിയായി, ആത്മീയമായ ഔന്നത്യത്തിലേക്ക് മനുഷ്യനെ ഉയർത്തുന്ന മഹാഗ്രന്ഥമായി രാമായണം പരിവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. വാത്മീകി രാമായണം സംസ്കൃതത്തിലാണ് വിരചിതമായത്. അതിൽ രാമൻ്റെ കുടുംബം, ഒരുപാട് കുടുംബങ്ങളുടെ കഥ വാത്മീകി പറയുന്നുണ്ട് രാമായണത്തിൽ. പക്ഷെ പ്രധാനമായും 3 കുടുംബങ്ങളുടെ കഥയാണ് അതിൽ പറയുന്നത്. അതിലൊന്ന് മനുഷ്യൻ്റെ കുടുംബമാണ്, അത് അയോധ്യയിലാണ്, ദശരഥൻ്റെ കുടുംബമാണ്. മറ്റൊന്ന് രാവണൻ്റെ കുടുംബമാണ്, രാക്ഷസ കുടുംബമാണ്, അത് ലങ്കയിലാണ്. മറ്റൊന്ന് വാനര കുടുംബമാണ്, കുരങ്ങന്മാരുടെ കുടുംബകഥയാണ്, അത് കിഷ്കിന്ധയിലാണ്. അങ്ങനെ മനുഷ്യൻ്റെയും രാക്ഷസൻ്റെയും വാനരൻ്റെയും കുടുംബകഥയാണ്. ആ കുടുംബകഥകളെ പരസ്പരം ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ്, ഒരുപാട് കഥകളെ ചേർത്ത ഒരു കഥയാണ് രാമായണം. ബന്ധങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ചാണ് രാമായണം ഏറെ ചർച്ച ചെയ്യുന്നത്. മനുഷ്യൻ എങ്ങനെയാണ് തൻ്റെ കുടുംബജീവിതം നയിക്കേണ്ടത്, വൈയക്തിക ജീവിതം എങ്ങനെയാണ്
നയിക്കേണ്ടത്, എങ്ങനെയാണ് അയാൾ ഒരു സാമൂഹ്യ ജീവിയായി ജീവിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ വിശദമായി രാമായണം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ 3 കുടുംബങ്ങളുടെ ചരിത്രം നോക്കിയാൽ അതിൽ രാവണൻ്റെ കുടുംബം, രാവണൻ വിവാഹിതനാണ്, അദ്ദേഹത്തിൻ്റെ പത്നി കൊട്ടാരത്തിലുണ്ട്, സുന്ദരിയാണ്. പക്ഷേ ആ ഭാര്യയിൽ തൃപ്തി വരാതെ രാവണൻ ഭർത്തൃമതിയായ ശ്രീരാമപത്നിയായ കുലീനയായ ധർമ്മപത്നിയായ സീതയെ മോഹിക്കുകയും ആ സീതയെ തന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി സ്വന്തം സഹോദരിയെ തന്നെ അവരുടെ അടുത്ത് വിടുകയും അവർക്ക് അപായം വരികയും, പക്ഷെ എന്നിട്ടും വിടാതെ ആ സീതാദേവിയെ ബലം പ്രയോഗിച്ച് അവരുടെ അനുമതിയില്ലാതെ, ഇഷ്ടമില്ലാതെ, സമ്മതമില്ലാതെ തട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് രാമായണം പറയുന്നൊരു സന്ദേശം, ഈ രാക്ഷസ കുടുംബം എന്ന് പറയുന്നത്, രാക്ഷസൻ എന്ന് പറഞ്ഞത് തനിക്കുണ്ടായിട്ടും തനിക്ക് അർഹിക്കാത്തത് ബലം പ്രയോഗിച്ച് പരിഗ്രഹിക്കുന്നതിനെയാണ്, കവർന്നെടുത്ത് കൊണ്ടുവരുന്നതിനെയാണ് രാക്ഷസീയത എന്ന് പറയുന്നത്. ഇതൊരു മനോഭാവമാണ്. ഈ മനോഭാവമുള്ള ആളുകളെയാണ് രാക്ഷസൻ എന്ന് പറയുന്നത്, രാക്ഷസ പ്രകൃതി എന്ന് പറയുന്നത്, രാക്ഷസ പ്രഭൃതികൾ എന്ന് പറയുന്നത്. വാനരന്മാരുടെ കുടുംബത്തിൽ കിഷ്കിന്ധയിൽ ബാലിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേര് താര എന്നാണ്. ബാലിയുടെ ഒരു ബാലി കയറാമല എന്നൊക്കെ ഒരു പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ബാലിയും സുഗ്രീവനും തമ്മിൽ ഒരു തർക്കമുണ്ടാകുന്ന, അവർ തമ്മിൽ അകലാനിടയായ ഒരു സാഹചര്യമാണ്. ബാലിയും മറ്റൊരു അസുരനുമായി യുദ്ധമുണ്ടായി, അവർ തമ്മിലൊരു ഗുഹയിലെത്തിപ്പെട്ടു. ആ ഗുഹയിൽ അദ്ദേഹം കുടുങ്ങിപ്പോയി. അതിന് കാരണക്കാരൻ സുഗ്രീവനാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. അനിയനെ വധിക്കാൻ വേണ്ടി അദ്ദേഹം ഓടുകയാണ്. ബാലികേറ മലയിൽ കയറിയിട്ട് സുഗ്രീവൻ രക്ഷപ്പെടുകയാണ്. കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ അതിനുശേഷം ബാലി ഗുഹയിലായ സമയത്ത് ബാലിയുടെ പത്നിയായ താരയെ സുഗ്രീവൻ വിവാഹം കഴിക്കുകയും രാജാവായി വാഴുകയും ചെയ്തു. ബാലി തിരിച്ചു വന്നതിന് ശേഷം സുഗ്രീവനെ ബാലികേറ മലയിലേക്ക് അയച്ചതിന് ശേഷം അതേ താരയെ ബാലി തന്നെ വിവാഹം കഴിക്കുന്നുണ്ട്. അതായത് ജ്യേഷ്ഠനും അനുജനും ഒരേ ആളെ തന്നെ വിവാഹം കഴിക്കുക എന്നത് വാനരന്മാരുടെ കൂട്ടത്തിൽ അതൊരു പ്രശ്നമല്ല. വാനരന്മാരെന്തറിഞ്ഞു വിഭവം എന്ന് രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്. ബന്ധങ്ങളുടെ പവിത്രതയും ചരിത്രവും അതൊന്നും വാനരന്മാരുടെ ഇടയിൽ ചർച്ചാ വിഷയമേ അല്ല. ഇനി മനുഷ്യരുടെ കാര്യം നോക്കിയാൽ ദശരഥ കുടുംബത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും കൂടി സീതാന്വേഷണം നടത്തിക്കൊണ്ട് വനത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് വനദേവതമാരെ നിങ്ങളുണ്ടോ കണ്ടു വനജോസ്നയായ സീതയെ തന്നിതാനും എന്നൊക്കെ കരഞ്ഞു പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സീതയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കാട്ടിൽ കുറേ വാനരന്മാർ നിൽക്കുന്നതാണ്. അവർ കാര്യം അന്വേഷിച്ചപ്പോൾ ലക്ഷ്മണൻ കാര്യം അവരോട് പറഞ്ഞു, സീതയെ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ വാനരന്മാർ പറഞ്ഞു, ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ആകാശത്തുകൂടി ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ട് നോക്കിയപ്പോൾ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയതാണെന്നാണ് കരുതുന്നത്. അവരൊരു പൊതിക്കെട്ട് താഴെ ഇട്ടിരുന്നു. അവരിട്ട പൊതിക്കെട്ട് ഞങ്ങൾ അഴിച്ചു നോക്കുമ്പോൾ കുറേ ആഭരണങ്ങളാണ്, സ്ത്രീയുടെ ആഭരണമാണ്. ഞങ്ങൾക്ക് ആഭരണം ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ ആഭരണം ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഗുഹയിൽ. ഞങ്ങളത് തരാം, അത് നിങ്ങളുടെ സീതയുടേതാണെന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊണ്ടുവരാൻ പറഞ്ഞു. വാനരന്മാർ ആഭരണം കൊണ്ടുവന്നു. ലക്ഷ്മണൻ അത് പരിശോധിച്ചപ്പോൾ രാമൻ ചോദിച്ചു, അത് ആരുടേതാണ് ആഭരണം എന്ന് മനസ്സിലായോ എന്ന് ലക്ഷ്മണനോട് ചോദിക്കാം. അപ്പോൾ ലക്ഷ്മണൻ പറയുന്നത്, ഇതിലെ തോൾവള ആരുടേതാണെന്ന് എനിക്കറിയില്ല, ഇതിലെ കുണ്ടലം ആരുടേതാണെന്നോ ഇതിലെ കവചം ആരുടേതാണെന്നോ മൂക്കുത്തി ആരുടേതാണെന്നോ എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇതിലുള്ള പാദസരം ആരുടേതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് സീതാദേവിയുടേതാണ്. കാരണം അത് എല്ലാ ദിവസവും ഞാൻ ജ്യേഷ്ഠ പത്നിയായതുകൊണ്ട് സീതാദേവിയുടെ പാദം തൊട്ട് നമസ്കരിക്കാറുണ്ട്. പക്ഷേ ഞാൻ ജ്യേഷ്ഠ പത്നിയായതുകൊണ്ട് ഇതുവരെ സീതയുടെ മുഖത്ത് നോക്കിയിട്ടില്ല. അതുകൊണ്ട് അവരുടെ ശരീരത്തിലുള്ള മറ്റാഭരണങ്ങൾ എനിക്കറിയില്ല, പാദസരി എനിക്കറിയാം എന്നാണ് പറയുന്നത്. വാൽമീകി രാമായണത്തിൽ പറയും, നാഹം ജാനാമി ഗയൂര നാഹം ജാനാമി കുണ്ടല നൂപുരത്തെ ബി ജാനാമി നിത്യം പാദാഭിവന്ദനാത് എന്നാണ്. എല്ലാ ദിവസവും കാല് തൊട്ട് നമസ്കരിക്കുന്നുണ്ട് പാദാഭിവന്ദനാത്, എനിക്ക് നൂപുരം അറിയാം, പാദസരം അറിയാം എന്നാണ്. അപ്പോൾ കുടുംബങ്ങളിൽ ബന്ധുത്വം എങ്ങനെ ആയിരിക്കണം, പരസ്പര ബന്ധം അതെങ്ങനെ ആയിരിക്കണം, ആ ബന്ധങ്ങളുടെ മൂല്യം അതിനെത്ര പവിത്രമാണ് എന്നതിനെ സംബന്ധിച്ച് രാമായണം പറയുന്നത് 3 ഉദാഹരണങ്ങളാണ് പറയുന്നത്. 3 കുടുംബങ്ങളുടെ ഉദാഹരണം പറഞ്ഞിട്ട്. ഒന്ന് രാക്ഷസൻ്റെ കുടുംബം, അവിടെ രാക്ഷസീയതയാണ്, സ്വന്തം ഭാര്യയെ വെച്ചുകൊണ്ടും അന്യ സ്ത്രീയെ കവരുന്ന രാക്ഷസീയതയാണ് ആ വർഗത്തിൻ്റെ പ്രത്യേകത.
വാനരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബന്ധങ്ങളെക്കുറിച്ച് ഒരു ധാരണയുമില്ല എന്നുള്ളതാണ്. പക്ഷെ ആ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്, മനനം ചെയ്യുന്നവനാണ് മനുഷ്യൻ എന്ന അർത്ഥത്തിൽ ആ മനുഷ്യൻ്റെ ഔന്നത്യം വ്യക്തമാക്കുന്നത് എന്താണ്? ഈ ബന്ധങ്ങളെ, അതിൻ്റെ പവിത്രതയെ മാനിക്കുന്നുകൊണ്ടാണ് എന്നാണ്. അതുകൊണ്ട് രാമായണം ഈ 3 കുടുംബങ്ങളുടെയും കഥ പറഞ്ഞിട്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്നാണ്. നിങ്ങൾക്ക് ഏതാണ് ഹിതകരമായത്, ഏതാണ് ഗുണകരമായത്, അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമെന്നാണ്. അതുകൊണ്ട് ആയിരക്കണക്കിന് വർഷം മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ആദികാവ്യമായ രാമായണം ഇത്രയും മഹോന്നതമായ ദർശനങ്ങൾ മുന്നോട്ട് വെക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഭാരതീയ തത്വചിന്ത എന്ന ഗ്രന്ഥത്തിൽ രാമായണത്തെക്കുറിച്ച് പറയുന്നത്, രാമായണത്തിലെ ഓരോ പുറങ്ങളും മറഞ്ഞു വരുമ്പോൾ ആയിരക്കണക്കിന് വർഷത്തെ ഭാരതത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഏടുകളാണ് മറഞ്ഞു വരുന്നത് എന്ന്. ഇന്ന് നാം ഭാരതത്തിൽ പറയുന്ന മഹത്തരമായ കൗടുംബിക സങ്കല്പത്തിൻ്റെ, കുടുംബ സങ്കല്പത്തിൻ്റെ അടിവേര് കിടക്കുന്നത് രാമായണത്തിലാണ് എന്നുമാണ് ഡോക്ടർ രാധാകൃഷ്ണൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ പിന്നീട് ഉണ്ടായ എല്ലാ കൃതികളിലും, സാഹിത്യം ആവട്ടെ, കലയാവട്ടെ, കലയുടെ അവാന്തരവും 64 കലകളിലും രാമായണത്തിൻ്റെ സ്വാധീനമുണ്ട്. രാമായണം സംസ്കൃതത്തിലാണ് വിരചിതമായതെങ്കിലും വാത്മീകി രാമായണത്തെ ഉപജീവിച്ചുകൊണ്ട് മിക്കവാറും എല്ലാ ഭാരതീയ ഭാഷകളിലും രാമായണം ഭാഷാന്തരം ചെയ്യപ്പെട്ടിട്ടുണ്ട്. തുളസീദാസ് അദ്ദേഹത്തിൻ്റെ രാമചരിത മാനസമുണ്ട്, കമ്പരാമായണമുണ്ട്. നമ്മുടെ മലയാളത്തിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ രാമായണം, അധ്യാത്മരാമായണ കിളിപ്പാട്ടുണ്ട്. ആ കിളിപ്പാട്ടിൻ്റെ ശിലുകൾ ശാരിക പൈതലെ ചാരുശീലെ വരികാരോമലെ കഥാശേഷവും ചൊല്ലുനീ, കഥയമമ കഥയമമ കഥകളതി സാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര എന്ന് പറഞ്ഞുകൊണ്ടുള്ള എഴുത്തച്ഛൻ്റെ രാമായണം, അത് ആ കാലഘട്ടത്തിൽ നമ്മുടെ നാടിന് അത്യാവശ്യമായിരുന്ന ഭക്തിയും തത്വചിന്തയും ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രീരാമചന്ദ്രനെ ദൈവിക അവതാരമായി ഉയർത്തിക്കൊണ്ടാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുത്തച്ഛൻ രചിച്ചിട്ടുള്ളത്. വാത്മീകി രാമായണത്തിൽ ഒരു മനുഷ്യനായാണ് ശ്രീരാമനെ വിവരിക്കുന്നതെങ്കിൽ, ഒരു രാജാവായാണ് വിവരിക്കുന്നതെങ്കിൽ, ധർമ്മിഷ്ഠനായ ഒരു രാജാവായാണ് വിവരിക്കുന്നതെങ്കിൽ, അധ്യാത്മരാമായണത്തിൽ ദൈവിക അവതാരമായാണ് എഴുത്തച്ഛൻ രാമനെ വിവരിക്കുന്നത്. കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് മാതൃകാ പുരുഷോത്തമനായിട്ടാണ് വിവരിക്കുന്നത്. ഗാന്ധിജി പറയുകയുണ്ടായി, നമ്മുടെ നാടിൻ്റെ സംസ്കൃതിയുടെ, ധർമ്മത്തിൻ്റെ, നമ്മുടെ പൈതൃകത്തിൻ്റെ, പാരമ്പര്യത്തിൻ്റെ, വിശ്വാസ പ്രമാണങ്ങളുടെ, മൂല്യബോധത്തിൻ്റെ പ്രതീകമാണ് രാമൻ. അതുകൊണ്ട് ഗാന്ധിജി പറഞ്ഞു, രാമോ വിഗ്രഹവാൻ ധർമ്മ മര്യാദ പുരുഷോത്തമ എന്ന്. രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ്, മര്യാദ പുരുഷോത്തമനാണ് എന്ന്. ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്താണ് അങ്ങയുടെ രാഷ്ട്രസങ്കല്പം എന്ന് ഗാന്ധിജിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാമരാജ്യമാണ് എന്ന്. പ്രജാഹിതത്തിനനുസരിച്ച്, ജനായത്ത ബോധത്തിനനുസരിച്ച്, ജനാധിപത്യ ബോധത്തിനനുസരിച്ച് തൻ്റെ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീരാമന് സാധിച്ചു. നാട്ടിലെ ഏത് അഗണ്യ കോടിയിൽപ്പെടുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട്, തൻ്റെ ഏറ്റവും വിലപ്പെട്ടതുപോലും അവർക്ക് വേണ്ടി ത്യജിക്കാൻ, അവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ത്യജിക്കാൻ ശ്രീരാമന് സാധിച്ചു. അതാണ് സീതാ പരിത്യാഗം തെളിയിക്കുന്നത്. ജനങ്ങളുടെ അഭിപ്രായം എന്താണോ അതിനനുസരിച്ചാണ് ഒരു രാജാവ് ഭരിക്കേണ്ടത്. അങ്ങനെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ, മഹിതമായ ഒരു തലത്തിൽ രാജ്യഭരണം അദ്ദേഹം നിർവഹിച്ചു. ഒരു മകനെന്നുള്ള നിലക്കിൽ അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടി അദ്ദേഹം 14 വർഷം കാട്ടിലേക്ക് പോയി. സ്വന്തം സഹോദരനെ ഭരതനെ രാജ്യഭാരം ഏൽപ്പിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുണ്ടായിരുന്നില്ല. ലക്ഷ്മണനെ തൻ്റെ കൂടെ തന്നെ കൂട്ടിയിട്ട് എല്ലാ തരത്തിലുള്ള സുഖദുഃഖങ്ങളിലും കൂടെ നിർത്തി. സീതാദേവിയെ അദ്ദേഹത്തിന് വേണമെങ്കിൽ രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ ഉപേക്ഷിച്ച് മറ്റാളുകളെ വരിക്കാമായിരുന്നു. പക്ഷെ അതിനുവേണ്ടി വലിയൊരു യുദ്ധം തന്നെ നടത്തിയാണെങ്കിലും സീതയെ വീണ്ടെടുത്തു ശ്രീരാമൻ. അതിനെല്ലാവരെയും ഒരുമിച്ച് ചേർത്താണ് ശ്രീരാമൻ അത് ചെയ്തത്. തരുപക്ഷി മൃഗങ്ങളോടും നരരോടും സുരരോടും ഒന്നുപോലെ ഒരു മട്ടി വരെ ഉള്ളിലെന്തും ആ സരള സ്നേഹരസത്തെക്കുറിച്ച് ചിന്താവിഷ്ടയായ സീതയിൽ കുമാരനാശാൻ പറയുന്നുണ്ട്.
ഈ പ്രകൃതിയിൽ എല്ലാവരും ഒരുമിച്ച് ചേർത്താണ് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ശ്രീരാമൻ അടരാടുന്നത്. അതിൽ വാനരന്മാരെ കൂട്ടി, പക്ഷികളെ കൂട്ടി, എന്തിനേറെ പറയുന്നു, ഒരണ്ണാരക്കണ്ണനെ പോലും തൻ്റെ ഈ ധർമ്മ വിജയത്തിന് വേണ്ടി, ധർമ്മ ദൗത്യത്തിന് വേണ്ടി, ധർമ്മ വിജയ വൈജയന്തി പാറിക്കാൻ വേണ്ടി കൂടെ കൂട്ടിക്കൊണ്ട് പ്രകൃതിയെയും മനുഷ്യനെയും സർവ്വജീവജാലങ്ങളെയും തിര്യക്കുകളെയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടാണ് ശ്രീരാമൻ ധർമ്മ സംരക്ഷണം എന്ന ആ ദൗത്യം നിർവഹിക്കുന്നു. അതുകൊണ്ട് രാമായണം എന്ന് പറയുന്നത്, അതിൻ്റെ കാണ്ഡങ്ങളിലൂടെ അവതീർണമാകുന്ന ദർശനം എന്ന് പറയുന്നത് മനുഷ്യ മഹത്വത്തെയും ധാർമ്മിക മൂല്യങ്ങളെയും കുടുംബ സങ്കല്പത്തെയുമെല്ലാം ഊന്നിപ്പറയുന്ന മഹത്തായ ഒരു ദർശനമാണ്. ഭാരതീയ ദർശനം, ആർഷദർശനം എന്നൊക്കെ നമ്മൾ പറയുന്ന മഹത്തായ മൂല്യങ്ങളെ അവതരിപ്പിച്ച ഏറ്റവും ഉജ്ജ്വലമായ ഇതിഹാസ കാവ്യമാണ് രാമായണം എന്നത്. വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളും അതുപോലെ തന്നെ അച്ചടക്കരാഹിത്യവും മൂല്യനിരാസവുമെല്ലാം കുടുംബ ബന്ധങ്ങളുടെ ശൈഥില്യങ്ങളുമെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ രാമായണം പോലെയുള്ള ഒരു വിശിഷ്ട ഗ്രന്ഥത്തിൻ്റെ പാരായണവും അതിലെ ധർമാചരണവും നമ്മുടെ സമൂഹത്തിൻ്റെ ഔന്നത്യത്തിന്, നമ്മുടെ സംസ്കൃതിയുടെ നിലനിൽപ്പിന്, മൂല്യങ്ങളുടെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമാണ് എന്നതിനാൽ രാമായണ മാസാചരണം എന്നത് നമ്മുടെ ഈ മലയാള മണ്ണിന്, നമ്മുടെ ഭാർഗവ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പരിവർത്തനം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വീടുകളിൽ രാമായണ ശീലുകൾ ആവർത്തിക്കപ്പെട്ടെ ക്ഷേത്രങ്ങളിലും മറ്റ് സദസ്സുകളിലുമെല്ലാം വാത്മീകിയുടെയും എഴുത്തച്ഛൻ്റെയും മഹത്തരമായിട്ടുള്ള രാമായണത്തിൻ്റെ ശീലുകൾ ആലാപനം ചെയ്യപ്പെട്ടെ എല്ലാവരിലും ഈ ധാർമ്മിക മൂല്യങ്ങൾ വാരി വിതറപ്പെട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഭാഷണം അവസാനിപ്പിക്കുന്നു. നമസ്കാരം.